ഹലോ ട്രെയിനീസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ക്ലച്ച് അസംബ്ലി, അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലച്ച് റിമൂവലും അതുപോലെ അസംബ്ലി ഡിസ്മാൻറ്റ്ലിങ്. ക്ലച്ച് അഴിച്ചിട്ട് ഒരു പുതിയ ക്ലച്ച് ഒരു വാഹനത്തിൽ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. റിമൂവിങ് ആൻഡ് റീപ്ലേസിങ് ക്ലച്ച് അസംബ്ലി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുന്നത് മഹീന്ദ്ര സ്കോർപിയോ വാഹനത്തിലാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാം. ദെൻ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് ഒഴിവാക്കാം. ക്രൗൺ ഷാഫ്റ്റ് എന്നുള്ള കണക്ഷൻ നമുക്ക് ബോൾട്ട് അഴിച്ചിട്ട് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ക്ലച്ച് സിലിണ്ടർ റിമൂവ് ചെയ്യാം. ക്ലച്ച് സിലിണ്ടർ ഹൈഡ്രോളിക് ക്ലച്ചുകളിൽ നമ്മൾ പഠിച്ചതാണ് ഹൈഡ്രോളിക് ക്ലച്ചിൻ്റെ വർക്കിംഗ്. ഹൈഡ്രോളിക് ക്ലച്ചിലാണ് ക്ലച്ച് സിലിണ്ടർ ഉണ്ടാവുക. ഓയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ക്ലച്ച് സിലിണ്ടറിൻ്റെ ഉള്ളിൽ. നമുക്കത് റിമൂവ് ചെയ്യാം. ഇനി ഗിയർ ബോക്സ് വയറിങ്, അത് റിമൂവ് ചെയ്ത് കളയാം. ഗിയർ ബോക്സിൻ്റെ ഹൗസിംഗ് ബോൾട്ട് റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടർ റിമൂവ് ചെയ്യണം. സ്റ്റാർട്ടിംഗ് മോട്ടർ, ഇത് അഴിക്കണമെന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് മോട്ടർ അഴിക്കണത്. ഓരോ ബോൾട്ടിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ടൂളുകൾ നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് നമുക്ക് റിമൂവലും അസംബ്ലിങ് ഡിസ്മാൻറ്റ്ലിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ചെയ്യേണ്ടത് ഗിയർ ലീവർ നമുക്ക് റിമൂവ് ചെയ്യണം.
ഗിയർ ലിവറിനെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു കേസ്, അതിൻ്റെ ചുറ്റുമുള്ള സ്ക്രൂകളൊക്കെ റിമൂവ് ചെയ്ത് ഒഴിവാക്കുക. പ്ലേറ്റ് എടുക്കുക. നമുക്കിനി ഗിയർ ബോക്സ് എല്ലാം അഴിച്ചെടുക്കാം. ഓക്കെ, ഗിയർ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലച്ച് അസംബ്ലി അഴിച്ചു തുടങ്ങാം. ഗിയർ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ആദ്യം ക്ലച്ച് കവറ്, അതിൻ്റെ ബോൾട്ടുകളെല്ലാം റിമൂവ് ചെയ്യാം. ക്ലച്ച് കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ക്ലച്ച് ഡിസ്ക് കാണാം. ഇതാണ് ഡയഫ്രം സ്പ്രിങ്. ഈ ബാക്കിൽ കാണുന്നതാണ് ക്ലച്ച് ഡിസ്ക് എന്ന് പറയുന്ന ഭാഗം. ക്ലച്ച് ഡിസ്ക് ഒക്കെ പോയിട്ടുണ്ട്. നമുക്കിത് റീപ്ലേസ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് എന്തായാലും ക്ലച്ച് കവറും പുതിയ ക്ലച്ച് ഡിസ്കും മാറ്റി വെക്കാം. ഇത് ഓൾഡ് ക്ലച്ച് ഡിസ്കും ക്ലച്ച് പ്ലേറ്റുമാണ്, ക്ലച്ച് കവറുമാണ്. പുതിയ ക്ലച്ച് ഡിസ്കും പുതിയ കവറും പ്രഷർ പ്ലേറ്റുമൊക്കെ ഉള്ള പുതിയ കവർ നമുക്ക് അതിലേക്ക് എടുത്തിടാം. ഇതിൻ്റെ പാർട്ടുകളൊക്കെ നമ്മൾ തിയറി ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഓൾഡ് ക്ലച്ച് പ്ലേറ്റും ക്ലച്ച് കവറും സ്പ്രിങ്ങും ഒക്കെ റിമൂവ് ചെയ്ത പോലെ തന്നെ പുതിയത് അതേ സ്ഥാനത്ത് തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. മഹീന്ദ്രയുടെ സ്കോർപിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മഹീന്ദ്രയുടെ പാർട്ടാണിത്. ക്ലച്ച് കവറിന് ചുറ്റുമുള്ള എല്ലാ ബോൾട്ടുകളും നന്നായി ടൈറ്റ് ചെയ്യാം. എല്ലാ ബോൾട്ടുകളും നന്നായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അഴിച്ചെടുത്തത് അതുപോലെ തന്നെ തിരിച്ച് റീഫിറ്റ് ചെയ്യുക. ബാക്കി ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്ലച്ച്, ഓൾഡ് ക്ലച്ച് പുതിയ ക്ലച്ചായിട്ട് നമുക്ക് മാറ്റാവുന്നത്. ഓക്കെ, താങ്ക് യു.